ലോക്ഭവൻ പുറത്തിറക്കിയ 2026 ഔദ്യോഗിക കലണ്ടറിൽ വിനായക് ദാമോദർ സവർക്കറുടെ ചിത്രം ഉൾപ്പെടുത്തിയത് ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിലും വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഉജ്ജ്വല നായകന്മാരായ മഹാത്മാഗാന്ധി, ഭരത് സിംഗ് തുടങ്ങിയവർക്കൊപ്പം സവർക്കറെയും പ്രതിഷ്ഠിച്ച നടപടി ചരിത്രത്തെ ബോധപൂർവം വികലമാക്കാനുള്ള നീക്കമാണെന്ന ആരോപണമാണ് പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തുന്നത്. ഫെബ്രുവരി മാസത്തെ പേജിലാണ് സവർക്കറുടെ ചിത്രം അച്ചടിച്ചിരിക്കുന്നത്. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വിപ്ലവകാരികൾക്കൊപ്പം ബ്രിട്ടീഷ് ഭരണകൂടത്തിന് മാപ്പപേക്ഷകൾ നൽകിയ ഒരാളെ ഉൾപ്പെടുത്തിയത് സ്വാതന്ത്ര്യ സമര സേനാനികളോടുള്ള അനാദരവാണെന്ന് വിവിധ രാഷ്ട്രീയ സംഘടനകൾ പ്രതികരിച്ചു. ഗവർണർ തന്നെ വിവാദമായ ഈ കലണ്ടർ പ്രകാശനം ചെയ്തത് ഭരണഘടനാ പദവിയെ രാഷ്ട്രീയ അജണ്ടകൾക്കായി ദുരുപയോഗം ചെയ്യലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് കലണ്ടർ കൈമാറിക്കൊണ്ടാണ് ഗവർണർ പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഈ ചടങ്ങ് പോലും ഒരു ആസൂത്രിതമായ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണെന്ന വിമർശനം ഇതിനോടകം തന്നെ ശക്തമായിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് യഥാർത്ഥ പോരാളികളെ തമസ്കരിക്കാനും പകരം ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളെ ദേശീയ നായകന്മാരായി അവതരിപ്പിക്കാനുമുള്ള സംഘപരിവാർ അജണ്ടയാണ് ഇതിന് പിന്നിലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. സവർക്കർ മുന്നോട്ട് വെച്ച ആശയങ്ങളും അദ്ദേഹത്തിന്റെ ഭൂതകാലവും ഇന്നും വലിയ തർക്കങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യത്തിൽ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ വെള്ളപൂശാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നാണ് വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നിലപാട്. ആൻഡമാനിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന കാലത്ത് സവർക്കർ ബ്രിട്ടീഷുകാർക്ക് അയച്ച മാപ്പപേക്ഷകൾ ഉയർത്തിക്കാട്ടിയാണ് ഈ നീക്കത്തെ പ്രതിപക്ഷം പ്രതിരോധിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച വ്യക്തിയാണ് സവർക്കർ എന്നും ഗാന്ധിവധം ഉൾപ്പെടെയുള്ള ഗൂഢാലോചനകളിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുമുള്ള ചരിത്രപരമായ വസ്തുതകൾ നിലനിൽക്കെ അദ്ദേഹത്തെ വീരനായകനാക്കി ചിത്രീകരിക്കുന്നത് വരും തലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയുടെ ചരിത്രം മാറ്റിയെഴുതാനുള്ള ശ്രമങ്ങളുടെ തുടർച്ചയായാണ് ലോക്ഭവന്റെ ഈ നടപടിയെ കാണുന്നത്. കലണ്ടറുകളിൽ നിന്നും പാഠപുസ്തകങ്ങളിൽ നിന്നും മതേതര മൂല്യങ്ങളെ ഒഴിവാക്കി പകരം മതപരമായ വർഗീയത വളർത്തുന്ന വ്യക്തിത്വങ്ങളെ പ്രതിഷ്ഠിക്കുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് സാംസ്കാരിക പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നു. ഗാന്ധിജിയും നെഹ്റുവും അംബേദ്കറും അടങ്ങുന്ന മഹാവ്യക്തിത്വങ്ങളുടെ നിരയിലേക്ക് സവർക്കറെ തിരികെ കയറ്റുന്നത് ആസൂത്രിതമായ ചരിത്ര നിർമ്മിതിയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സംഭവത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിലും തെരുവുകളിലും വലിയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങൾ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ടതിന് പകരം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യത്തിന് ഗുണകരമാകില്ല. ലോക്ഭവൻ പുറത്തിറക്കിയ ഈ കലണ്ടർ പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം വരും ദിവസങ്ങളിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ഓരോ പൗരനുമുണ്ടെന്നും ഇത്തരം നീക്കങ്ങളെ ചെറുക്കണമെന്നും ആവശ്യപ്പെട്ട് സാംസ്കാരിക കൂട്ടായ്മകളും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വിഷയം വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനങ്ങളിലും പാർലമെന്റിലും വലിയ തർക്കങ്ങൾക്ക് കാരണമാകുമെന്നതും ഉറപ്പാണ്. ചരിത്രത്തെ പുനർവായിക്കാനും തിരുത്തിയെഴുതാനുമുള്ള ഭരണകൂട താല്പര്യങ്ങൾ ഓരോ കാലഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. എന്നാൽ ജീവത്യാഗം ചെയ്ത ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പോരാട്ട വീര്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം നീക്കങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കും. മാപ്പപേക്ഷകരുടെ പേരിൽ മാത്രം ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരാളെ വിപ്ലവകാരിയായി ചിത്രീകരിക്കുന്നത് സത്യസന്ധമായ ചരിത്ര രചനയ്ക്ക് നിരക്കാത്തതാണ്. കേന്ദ്ര മന്ത്രാലയങ്ങളും ഉന്നത പദവിയിലുള്ള വ്യക്തികളുടെയും പിന്തുണയോടെ നടപ്പിലാക്കുന്ന ഇത്തരത്തിലുള്ള പ്രതീകാത്മകമായ മാറ്റങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ധ്രുവീകരണങ്ങൾക്ക് വഴിവെക്കുമെന്ന് കരുതപ്പെടുന്നു. ഈ വിവാദം കേവലം ഒരു കലണ്ടറിൽ ഒതുങ്ങുന്നതല്ലെന്നും അത് ഇന്ത്യയുടെ മതേതര സ്വത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു.